ഹായ് ഹലോ. കുറേ നാളായി വീഡിയോ എടുത്തിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡായപ്പോൾ ബിരിയാണി കഴിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കെ എൽ സെൻറ്ററിലേക്ക് വിട്ടു. ഞങ്ങൾ ദമൻചാരിയിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ മാത്രം കെ എൽ സെൻറ്ററിലേക്ക് വന്നായിരുന്നു. എല്ലാ വീക്കും ഓരോരോ ബിരിയാണി സ്പോട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു. ഇത്തവണ ജബർബായിൽ വന്നു. കാരണം ഇവിടുത്തെ ബിരിയാണി നല്ലതാണെന്ന് ഏട്ടൻ വൈശോട്ടൻ എനിക്ക് കഴിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മട്ടൻ ബിരിയാണി പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചതിൽ ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ഒറിജിനൽ ദം ബിരിയാണി എന്ന് പറഞ്ഞ ദമൻചാരിയിലെ ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ ചിക്കൻ ബിരിയാണി അത്ര നന്നായിരുന്നില്ല, എനിക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു. എനിക്കിത് വോയിസ് ഓവർ ചെയ്യുമ്പോഴേ ശരിക്കും ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നുണ്ട്. പറ്റിയ നെക്സ്റ്റ് വീക്ക് കൂടെ പോകണം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിരിയാണി ലവറാണ്. ഇപ്പം എന്ത് കഴിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒറ്റ വാക്കാണ് ബിരിയാണി ബിരിയാണി ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ ഏട്ടന് മന്തിയായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ കൂടി മലേഷ്യ വന്ന ശേഷം മുതൽ പിന്നെ ചിക്കൻ ബിരിയാണിയായി. നാട്ടിലിരിക്കും പോലും എൻ്റെ വീട് കൊല്ലങ്കോട് ആയതുകൊണ്ട് കൊല്ലങ്കോട്ടിൽ ഒറ്റ ഷോപ്പിൽ നിന്നായിരിക്കും നമ്മൾ ബിരിയാണി വാങ്ങിക്കാറും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന ശേഷമാണ് എല്ലാ തമിഴ് കടകളിലും പോയി കഴിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ മോഡേൺ സ്റ്റോർ കെയിൽ പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ടായി. അവിടുത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാ പച്ചക്കറികളും സാധനങ്ങളും എല്ലാം അവിടെ കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ സൺഡേ സാറ്റർഡേ ഒക്കെ ആയിട്ട് പോകാറുള്ളത്. പോയിട്ട് നമുക്ക് വേണ്ട എല്ലാം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഫ്രഷ് ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിലതൊന്നും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ കിട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.